Hi everyone. Financial management three important decisions ആണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, പിന്നെ ഒന്ന് ഫിനാൻസിങ് ഡിസിഷൻ, പിന്നെ ലാസ്റ്റ് വണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻസിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് 4 മൊഡ്യൂൾസിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ് എന്നുള്ള ഒരു തേർഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് നമ്മുടെ ഫൈനൽ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിവിഡൻഡ് പോളിസി ഡിസിഷനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് എത്രയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് പേ ഔട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര പോർഷനാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ഫേമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിസി ഫ്രെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പോളിസി ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന തിയറീസ് ഏതൊക്കെയാണ്, പിന്നെ മോഡൽസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കൊരു പ്രിഫേസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഡിവിഡൻറ്റ് എന്താണ്, ഡിവിഡൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ്, പിന്നെ ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഡിവിഡൻറ്റ് എന്താണ് എന്നുള്ളത് അറിയണം. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള പോർഷൻ, അതിനെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. അതായത് ഡിപ്രീസിയേഷന് അതുപോലെ തന്നെ ടാക്സിനൊക്കെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ നടത്താറുണ്ട്. അതിനുശേഷം വരുന്ന പോർഷനാണ് ഡിവിഡൻഡായിട്ട് പേ ഔട്ട് ചെയ്യാറുള്ളത്. Dividend is the return that a shareholder gets from the company out of its profits on his shareholding. കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ള എമൗണ്ട്, അതാണ് ഡിവിഡൻറ്റ്. ഇനി ഒരു ഡെഫിനേഷൻ ഉണ്ട്, ICAI കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ. അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, എ ഡിവിഡൻറ്റ് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്സ് അവൈലബിൾ ഫോർ ദിസ് പർപ്പസ്. ഇനി ഡിവിഡൻഡ് പോളിസി എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അതിനുള്ളൊരു ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്. ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻസ് ദ ഡിവിഷൻ ഓഫ് ഏർണിങ്സ് ബിറ്റ്വീൻ പേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് ഫേമിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് എത്ര പോർഷൻ കൊടുക്കണം, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോളിസി, അതാണ് ഡിവിഡൻഡ് പോളിസി എന്നാണ് ഡെഫിനേഷൻ പറഞ്ഞത്. ഇനി ഡിവിഡൻറ്റ് ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡിവിഡൻറ്റിൻ്റെ ഫോംസിൽ ആദ്യത്തേതാണ് ക്യാഷ് ഡിവിഡൻറ്റ്. ക്യാഷ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് നടത്തുന്നത് ക്യാഷാണ് ഇവിടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ക്യാഷ്. ക്യാഷ് ഡിവിഡൻറ്റ് മേ ബി ഓഫ് ദ ഫോളോയിങ് 2 types. 2 types ആണുള്ളത്. ആദ്യത്തേത് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻറ്റ്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റ്. അതായത് ട്രേഡിംഗ് പീരിയഡ് കഴിഞ്ഞു, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റ്, അതാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻറ്റ്. ഇറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് പീരിയഡ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ്. പിന്നൊന്ന് ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ. ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റ്, അതാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് ബിഫോർ ദ ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ ഡിവിഡൻറ്റ്. ഇനിയൊന്ന് അടുത്ത ടൈപ്പ് സ്റ്റോക്ക് ഡിവിഡൻറ്റ് എന്നുള്ളതാണ്. സ്റ്റോക്ക് ഡിവിഡൻറ്റിൽ നമ്മൾ ക്യാഷ് അല്ല കൊടുക്കുന്നത്, പകരം ഷെയർസ് ആണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ കമ്പനീസ് മേ പേ ഡിവിഡൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ്. ഇനി അടുത്ത ടൈപ്പാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ്. സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ട്രാൻസ്ഫറബിൾ പ്രൊമിസറി നോട്ട്സ് ആണ് കൊടുക്കുന്നത്, ഡിവിഡൻറ്റായിട്ട് കൊടുക്കുന്നത്. In case companies doesn't have sufficient funds to distribute, it may issue transferable promissory notes for a shorter maturity period. This is called a scrip dividend. ട്രാൻസ്ഫറബിൾ പ്രൊമിസറി നോട്ട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഡിവിഡൻറ്റായിട്ട്. ഇനി അടുത്ത ടൈപ്പാണ് ബോണ്ട് ഡിവിഡൻറ്റ്. ബോണ്ട് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്സ് ആണ് ഡിവിഡൻറ്റായിട്ട് കൊടുക്കുന്നത്. ഇൻ റെയർ കേസസ് ഡിവിഡൻസ് ആർ പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് ഓർ നോട്ട്സ് ഫോർ എ ലോങ് ടൈം പീരിയഡ്. ലോങ് ടേം മെച്യൂരിറ്റി ഉള്ള
ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണ് ഇവിടെ പേയ്മെൻ്റ് ആയിട്ട് നടത്തുന്നത്. ഇനി പ്രോപ്പർട്ടി ഡിവിഡൻറ്റ് എന്ന ഒരു ടൈപ്പാണുള്ളത്. പ്രോപ്പർട്ടി ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആണ് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. അസറ്റ്സ് ആണ് ഇവിടെ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. സംടൈംസ് ഡിവിഡൻറ്റ് ഇസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് അസെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ഇനി ഈ ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്തുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള പ്രാക്ടീസസ് ഏതൊക്കെയാണ്? ആദ്യത്തേത് ഡിക്ലറേഷൻ ഡേറ്റ്. ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ഡേറ്റ്, അതിനെയാണ് ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡേറ്റ് വെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റ് ടു ഡിക്ലെയർ ഡിവിഡൻറ്റ്. പിന്നെ അടുത്ത പ്രൊസീജിയറാണ് എമൗണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് നോട്ടീസിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്. The dividend notice also indicates the amount that shall be paid as dividends. പിന്നെ അടുത്തതാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ഈ ഡേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കമ്പനി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റാണ്. ഈ രജിസ്റ്ററിനകത്താണ് ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻറ്റിന് അവകാശമുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ എത്ര മെമ്പേഴ്സിൻ്റെ പേര് ആ ഒരു രജിസ്റ്ററിനകത്തുണ്ടോ അവർക്കെല്ലാം ഡിവിഡൻറ്റിന് അർഹതയുണ്ട്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഒരു ദിവസം ഈ രജിസ്റ്റർ ഓപ്പൺ ചെയ്യും. ആ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന ദിവസത്തിനെയാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. It indicates the date on which the company opens the register of members to determine who will receive dividends. Anyone holding share on the holder of record date receives the dividend declared. അതായത് ഏത് ദിവസമാണോ ആ കമ്പനി ആ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്നത് അന്നേ ദിവസം വരെ എത്ര ആളുകളാണോ ആ ഒരു രജിസ്റ്ററിനകത്തുള്ളത്, എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ഈ ഡിവിഡൻറ്റിന് അർഹതയുണ്ട് എന്നാണ് പറയുക. ഇനി ഒരു ഡേറ്റ് എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്നുള്ളതാണ്. ഈ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻറ്റിനുള്ള അവകാശം നഷ്ടമാകുന്ന ദിവസം, അതായത് ആ ഒരു ഡേറ്റിന് ശേഷം പിന്നെ ഈ ഡിവിഡൻറ്റിന് അവർക്ക് അർഹതയില്ല, ഷെയർ ഹോൾഡേഴ്സിന് അർഹതയില്ല, അല്ലെങ്കിൽ ഈ ഷെയർസ് ഡിവിഡൻറ്റിനുള്ള റൈറ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ദിവസം, അതാണ് ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ദിവസം, അതിനെയാണ് എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. The date from which the stock begins to trade without the right to receive the dividend declared is known as ex-dividend date. അതായത് ആ ഡിവിഡൻറ്റിനുള്ള അവകാശം അന്നേ ദിവസത്തോടു കൂടി കഴിഞ്ഞു, പിന്നെ അതിനുശേഷം ആ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് ഡിവിഡൻറ്റിനുള്ള അവകാശമില്ല. പേയ്മെൻറ്റ് ഡേറ്റ് എന്നുള്ളതാണ് അടുത്തത്. പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് ചെക്സ് അല്ലെങ്കിൽ വാറൻറ്റ്സ് മെയിൽ ചെയ്യുന്ന ഡേറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് ചെക്സ് അല്ലെങ്കിൽ വാറൻറ്റ്സ് മെയിൽ ചെയ്യുന്ന ഡേറ്റിനെയാണ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡിവിഡൻറ്റ് പോളിസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവിഡൻറ്റ് പോളിസി നമ്മൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് 2 മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടാവാറ്. ഒന്ന്, ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്ത് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒന്ന്, കമ്പനീസിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും ഒരു ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നതായിരിക്കണം ഡിവിഡൻറ്റ് പോളിസി. അങ്ങനെയുള്ള ഡിവിഡൻറ്റ് പോളിസീനെയാണ് നമ്മൾ ഗുഡ് ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുക. എ സൗണ്ട് ഡിവിഡൻറ്റ് പോളിസി ഹാസ് 2 മേജർ ഒബ്ജക്റ്റീവ്സ്, namely maximization of shareholders' wealth and provision for sufficient funds. A good dividend policy is one which achieves these 2 objectives. In other words, a good dividend policy should aim at achieving a balance between wealth of shareholders and needs of company. കമ്പനീൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഫണ്ട് ഉണ്ടായിരിക്കും. ആ ഫണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഏർണിങ്സിൽ നിന്ന് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രൊപ്പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ കറക്റ്റൊരു ബാലൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിവിഡൻറ്റ് പോളിസി മേക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്. താങ്ക് യു എവ്രി വൺ.